നമസ്കാരം, എല്ലാവർക്കും ഷേളീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു ഡ്രൈ കോക്കനട്ട് ചമ്മന്തിയാണ്. ചില ആൾക്കാർക്കെങ്കിലും ഒരു അത്ഭുതം തോന്നിക്കണം, അപ്പത്തിൻ്റെ കൂടെ ചമ്മന്തിയാണോ എന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ കൊല്ലം ട്രിവാൻഡ്രം സൈഡുകളിലാണ് ഇത് കൂടുതൽ ഫേമസ്. വളരെ ടേസ്റ്റിയാണ്. ഇനി അപ്പത്തിന് എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം നിങ്ങൾ മസ്റ്റായിട്ട് ഈ വറുത്ത ചമ്മന്തി ട്രൈ ചെയ്യണം. നമുക്കിനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ അറിയിക്കാനും നിങ്ങൾ മറക്കരുത്. വലതുവശത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നമുക്കിനി ഡിഷ് പ്രിപ്പറേഷനിലേക്ക് പോകാം. നമ്മൾക്കിതിന് ആവശ്യമായത് ചുമന്നുള്ളിയാണ്. ചുമന്നുള്ളി ചേർത്താൽ മാത്രമേ ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. 2 പച്ചമുളക്. ഇനി വേണ്ടത് ചില്ലി പൗഡർ. പിന്നെ നമുക്ക് ആവശ്യമായത് നല്ല ഫ്രഷ് തേങ്ങ. ഇത് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പോളം തേങ്ങയാണ് ഞാനിപ്പം ആഡ് ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മളുടെ ചെറിയ ഉള്ളി വലിയ പീസസ് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് അരിഞ്ഞു കൊടുത്താൽ മതി. പിന്നീട് ആ പച്ചമുളക് ഒന്ന് 2ആയിട്ട് കീറി ആവശ്യത്തിനൊരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒപ്പം 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് നമ്മൾ അങ്ങ് അരച്ചെടുക്കരുത്. 1-2 മിക്സിയിൽ ഒരു കറക്ക്, അതിൻ്റെ കൂടെ ഒരു ചെറിയ കറക്കും കൂടെ മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കാണാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചമ്മന്തി ഒന്ന് അരച്ചെടുക്കേണ്ടത്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ചുമന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ മിക്സും കൂടെ ചേർത്തിട്ട് ഒരു ചെറു തീയിൽ ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് അതിലെ വെള്ളം വറ്റുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അധികം വലിയ തീയൊന്നും വേണ്ട, ഒരു മീഡിയം തീയിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ തേങ്ങയിൽ വെള്ളം അങ്ങ് വറ്റി തുടങ്ങും. ഒരുപാടങ്ങ് ഡ്രൈ ആവണ്ട. നിങ്ങൾക്ക് തന്നെ ഇളക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ തേങ്ങയുടെ വെയിറ്റൊക്കെ കുറഞ്ഞിട്ട് ചമ്മന്തി നല്ല ലൈറ്റായി തുടങ്ങും. നമ്മൾ ഇതിൻ്റെ അകത്ത് പുളി ചേർക്കുന്നില്ല. പുളി അത്രയ്ക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഒരല്പം ചേർക്കാം. എന്നാലും പുളി ഇതിൻ്റെ അകത്ത് ചേർക്കാത്തതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേളീസ് മൈക്രോ കിച്ചൻ.